ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കേരള ലോട്ടറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ കേരള ലോട്ടറിയുടെ ഏജൻസി എടുക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, നമുക്ക് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കേരള ലോട്ടറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വലിയ ഭയങ്കര ആർഭാടമായിട്ടുള്ള ഒരുപാട് ഇതിനു വേണ്ടി ഒരുപാട് വലിയ വലിയ പരിപാടികൾ ചെയ്യാനൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഏതൊരാൾക്കും കേരള ലോട്ടറിയുടെ ഏജൻസി എടുക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ കേരളത്തില് വളരെ ചെറിയ കച്ചവടക്കാർ മുതൽ വലിയ രീതിയിൽ ലോട്ടറിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ഡീലർമാരും കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ട്, കച്ചവടക്കാരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്കും ഒരു ബിസിനസ് ചെറുതായിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ഏജൻസി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തുടങ്ങുന്ന ആൾ 18 വയസ്സിന് മുകളിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നുള്ളത്. ഒരു ലോട്ടറി ബിസിനസ് തുടങ്ങുന്ന വ്യക്തി 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള, അല്ലെ 18 വയസ്സ് തികഞ്ഞ ഒരാളായിരിക്കണം എന്നുള്ളതാണ് ലോട്ടറി ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കേരള ലോട്ടറി ഓഫീസിൽ നമ്മൾ ഇപ്പോൾ ഓരോ ജില്ലാ ഓഫീസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സംസ്ഥാന ഓഫീസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഓഫീസുകളിൽ നമ്മൾ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രധാനപ്പെട്ട ലൈസൻസ് വേണ്ടിയിട്ടുള്ള അപേക്ഷ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഫോം എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ stateLottery.kerala.gov.in ഇതിന്റെ കേരള ലോട്ടറിയുടെ സൈറ്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫോം നമുക്ക് പ്രിന്റ് എടുക്കാൻ കിട്ടും. അപ്പൊ ആ ഫോം എടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള അതിൽ ചോദിച്ചിട്ടുള്ള പോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ ലോട്ടറി ഓഫീസിൽ പോയിട്ട് നമുക്കിത് സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ഇത് സമർപ്പിക്കുമ്പോൾ ഇതിന് നമ്മൾക്ക് ഒരു ഫീസായിട്ട് നമ്മൾ കൊടുക്കുക 335 രൂപയാണ് ഇതിന്റെ ഫീസായിട്ട് നമുക്ക് വരുന്ന ചെലവ് എന്നത്. 335 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ലൈസൻസ് നമുക്ക് ഈ അപേക്ഷാ ഫോമിനോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് നമുക്ക് പാസ്സാക്കി തരുന്നതായിരിക്കും. പിന്നെ ആ ലൈസൻസ് നമുക്ക് 85 രൂപ കൊടുത്തിട്ട് എല്ലാ വർഷവും നമുക്ക് അത് പുതുക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റ്, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഓരോ ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമാണ്. ഓരോ വർഷവും നമ്മുടെ ലൈസൻസ് പുതുക്കാനായിട്ട് 85 രൂപ നമുക്കതിന് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഫോം ഫിൽ ചെയ്യുമ്പോൾ നമ്മുടെ ID കാർഡ്, ആധാർ, അതുപോലെ നമ്മുടെ ID കാർഡ്, അതുപോലെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതൊക്കെ അതിന്റെ കൂടെ തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നോക്കുകയെന്ന് പറഞ്ഞാൽ ഒരു കേരള ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു ഏജൻസിയുടെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും അത് ഒരേ ലോട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ദിവസം ഒരേ ലോട്ടറിയാണ് വിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ 7 ദിവസവും ലോട്ടറി വിൽക്കുന്നത്, 7 ദിവസം 7 ലോട്ടറിയാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ ഓരോ ലോട്ടറിക്കും അതിൻ്റെതായ പെർസെൻറ്റേജ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% മുതൽ 12% വരെയാണ് ഒരു ഏജൻസിയുടെ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഇപ്പോൾ വലിയ ഏജൻസികളൊക്കെ ആകുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇതിനുള്ള ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് എമൗണ്ട് കുറഞ്ഞു കിട്ടും. അത് ഏകദേശം ഒരു 74% മുതൽ 76% വരെ ഡിസ്കൗണ്ടിലാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം, നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ, നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയുന്ന, നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേരള ലോട്ടറിയുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏജൻസി എടുക്കാൻ നമുക്ക് അതിന് വലിയ മറ്റുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അതിന്റെ ഏജൻസികൾ എടുക്കാൻ നമുക്ക് വളരെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയാണ്ട് ഒരുപാട് പേപ്പർ വർക്കിന്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫോം എടുക്കുക, ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഫോം എടുക്കുക, ഫില്ല് ചെയ്യുക, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിന് ID കാർഡ് കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മുടെ കേരള ലോട്ടറിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഇത്
അപ്പൊ തന്നെ പാസ്സാക്കി തരുന്നതായിരിക്കും. 18 വയസ്സിന് മുകളിലാവണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തുടങ്ങാൻ കഴിയുന്ന കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു സംഭവമാണ് കേരള ലോട്ടറി ബിസിനസ്. അപ്പോൾ ആരെങ്കിലും കേരള ലോട്ടറി ബിസിനസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾക്ക് ഇതിന്റെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നടന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാം, റൂം എടുത്ത് ചെയ്യാം, വണ്ടിയിൽ ചെയ്യാം, സൈക്കിളിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ബിസിനസ് നമുക്ക് ഈ ഒരു ലൈസൻസിന്റെ പുറത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, വളരെ ഈസി ആയിട്ട് ഒരു ചെറിയ മുതൽ മുടക്ക് എന്തിനു പറയണം, നമ്മൾക്കിപ്പോ ഒരു 335 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള ലോട്ടറിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് അതിന്റെ ഒരു ഫസ്റ്റ് നമുക്ക് എടുക്കാനുള്ള ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിച്ചുകൊണ്ട്, നല്ല ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഏജൻസികളെ സമീപിച്ചുകൊണ്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് കുറച്ച് ലോട്ടറി ഒരു ദിവസത്തിന് നമുക്ക് കുറച്ച് ലോട്ടറികൾ എടുത്ത് നമുക്ക് വിറ്റിട്ട് അതിന്റെ പൈസ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വിൽക്കാൻ കൊടുക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏജൻസിയുമായി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 335 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് സത്യം. ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.